സമാനതകളില്ലാത്ത ഒരു കേസാണ് കൊച്ചിയിൽ ഓടുന്ന കാറിൽ ഒരു സിനിമാ നടി ബലാത്സംഗത്തിനിരയായി എന്നത്. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ പോലും ഇത്തരത്തിൽ ഒരു കേസ് മുൻപ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അത്രത്തോളം ഭയാനകമായ അപൂർവമായ ഒരു കേസാണ് അത്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി സ്വന്തം സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാനും അതിന്റെ ദൃശ്യങ്ങൾ പകർത്താനും ഒരു ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ നൽകുക എന്നത് ഇന്ത്യയിലെങ്ങും അന്ന് വരെ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു കൊട്ടേഷൻ രീതിയായിരുന്നു. ദിവസങ്ങൾ കൊണ്ട് കൊട്ടേഷനിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾ ഒന്നൊന്നായി പിടിയിലായപ്പോൾ പിന്നെയും ഞെട്ടിയത് കേരള മനസാക്ഷി കൂടെയായിരുന്നു. മലയാള സിനിമാ ലോകം ഒന്നടങ്കമായിരുന്നു. ഉടഞ്ഞു വീണത് മലയാളി മനസ്സിൽ വെച്ച് ആരാധിച്ച ഒരു വലിയ ബിംബമായിരുന്നു. മലയാള സിനിമാ മേഖലയെ തന്നെ നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപും ശേഷവും ഇന്ന് അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇക്കഴിഞ്ഞ 7 വർഷം എന്നത്. ജനപ്രിയ നായകൻ എന്ന ലേബലിൽ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു ദിലീപ്. തന്റെ സഹപ്രവർത്തകയായ ഒരു നായിക നടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് കേസിലെ കണ്ടെത്തൽ. ഒന്നാം പ്രതിയായ പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽ കുമാറാണ് 1.5 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ ഏറ്റെടുത്തത്. 2017 ഫെബ്രുവരി 17-നാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നത്. പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തു. സിനിമാ മേഖലയിൽ തന്നെ ഞെട്ടലുണ്ടാക്കിയ ഈ സംഭവത്തിന് ശേഷം മലയാള സിനിമ തന്നെ 2 തട്ടിലായി തിരിഞ്ഞു. ആൾബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും പല താരങ്ങളും ദിലീപിനൊപ്പം നിന്നപ്പോൾ ദിലീപിനെതിരെയും ഒരു കോക്കസ് തന്നെ രൂപം കൊണ്ടു. നടിമാരുടെ മാത്രമായി വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുടെ പിറവിക്കും കാരണമായത് നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ്. കേസിന്റെ വിചാരണയ്ക്കിടെ അതിജീവിതയും അന്വേഷണ സംഘവും കോടതിയെ അറിയിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. മാസങ്ങളോളം നീണ്ട ആസൂത്രണമാണ് നടിയെ ആക്രമിച്ച കേസിലേക്ക് എത്തിച്ചത് എന്നത് അന്വേഷണത്തിനിടെ പുറത്തുവന്ന വിവരങ്ങളാണ്. 5 വർഷം മുൻപ് തന്നെ ദിലീപിന് തന്നോട് പകയുണ്ടായിരുന്നതായും ഇതാണ് പകപോക്കാൻ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത് എന്നും അതിജീവിത കോടതിക്ക് നൽകിയ മൊഴിയിലുണ്ട്. മുൻപും നടിയെ ആക്രമിക്കാനും ബലാത്സംഗം ചെയ്യാനും ശ്രമവും ആസൂത്രണവും പൾസർ സുനി നടത്തിയിട്ടുണ്ട്. വിചാരണയിലെ വിവരങ്ങൾ എന്ന നിലയിൽ പുറത്തുവന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ്. ഗോവയിൽ ഇതേ നടിയുടെ സിനിമാ ചിത്രീകരണം നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് കൃത്യം നടത്താനായിരുന്നു പദ്ധതി. ജനുവരി 3-ന് നടി ഗോവയിലെത്തിയപ്പോൾ നടിയെ വിമാനത്താവളത്തിൽ നിന്ന് പിക്ക് ചെയ്തത് സുനിയായിരുന്നു. അന്ന് ബലാത്സംഗം ചെയ്യാൻ കാറിനായി സെന്തിൽ കുമാർ എന്നയാളെ സുനി ബന്ധപ്പെട്ടു. ഇതിന്റെ രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് അത് നടക്കാതെ പോയി. പിന്നീട് ഷൂട്ടിംഗ് പൂർത്തിയാക്കി നടി റോഡ് മാർഗം കൊച്ചിയിലേക്ക് പോകുകയാണ് എങ്കിൽ അതിനിടയിൽ കൃത്യം നടത്താമെന്ന് പ്ലാൻ ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി ജനുവരി 5-ന് തന്നെ നടി മടങ്ങി. ഇതോടെ ഈ ശ്രമവും പരാജയപ്പെട്ടു. ഇതാണ് പിന്നീട് ഫെബ്രുവരി 17 വരെ നീണ്ടത്. 2012 മുതൽ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്ന് ബലാത്സംഗത്തിനിരയായ നടി വിചാരണ കോടതിയിൽ നൽകിയ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം തകർത്തത് നടിയാണ് എന്ന് ദിലീപ് പലരോടും പറഞ്ഞിരുന്നു. 2012-ലെ ലണ്ടൻ യാത്രക്കിടെ ദിലീപ് തന്നോടും നേരിട്ട് ഇക്കാര്യം ചോദിച്ചു. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനാണ് എന്നായിരുന്നു ദിലീപിന് നടിയിൽ നിന്ന് അറിയേണ്ടിയിരുന്നത്. എന്നാൽ തെളിവുമായിട്ടാണ് മഞ്ജു വന്നത് എന്ന് നടി ദിലീപിന് മറുപടിയും നൽകി. ദിലീപിനെതിരെ നിന്നവരൊന്നും സിനിമയിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ദിലീപ് നടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. ഇതെല്ലാം വിസ്താരവേളയിൽ അതിജീവിതയായ നടി കോടതിക്ക് നൽകിയ മൊഴിയിൽ ഉള്ളതാണ്. ഫെബ്രുവരി 17-ന് നടന്ന സംഭവത്തിന് പിന്നാലെ ഫെബ്രുവരി 23 ആയപ്പോഴേക്കും പൾസർ സുനി അടക്കം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെല്ലാം പിടിയിലായിരുന്നു. കൃത്യം നടന്ന് 3 മാസം തികയുന്ന ദിവസം തന്നെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. ഒന്നാം പ്രതിയായ പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽ കുമാറിൽ നിന്ന് പിന്നീട് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതായി. ദിലീപാണ് കൊട്ടേഷൻ നൽകിയത് എന്ന് സുനി സൂചന നൽകി. ജൂൺ 25-ന് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതിന് സുനിയുടെ സഹായികളെ അറസ്റ്റ് ചെയ്തിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ദിലീപിനെയും സുഹൃത്തും നടനും സംവിധായകനുമായ നാദൃഷിയെയും ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി 13 മണിക്കൂർ മൊഴിയെടുത്തതോടെ കേസിൽ ദിലീപ് കുടുങ്ങുമെന്ന വലിയ അഭ്യൂഹങ്ങൾ പരന്നു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് 2017 ജൂലൈ 10-ന് ദിലീപിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 11-ന് ദിലീപ് റിമാൻഡിലായി ആലുവ സബ് ജയിലിലുമായി. ദിലീപ് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് റിപ്പോർട്ടും അന്ന് പുറത്തു വന്നിരുന്നു. ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് തന്റെ ചില സിനിമകളിലെ അതേ രീതിയിൽ പരിഹാസരൂപേണയുള്ള മറുപടികളാണ് ദിലീപ് നൽകിയിരുന്നത്. താൻ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദൈവങ്ങളോട്
തനിക്കല്പം റെസ്റ്റ് വേണം, ഷൂട്ടിംഗ് തിരക്ക് കഠിനമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ദൈവങ്ങൾ കേട്ടത് റെസ്റ്റിനു പകരം അറസ്റ്റ് എന്നായി പോയി. അതാണ് താൻ അറസ്റ്റിലായതെന്ന പരിഹാസരൂപേണയുള്ള തമാശകളാണ് ദിലീപ് അന്ന് പോലീസുകാരോട് പറഞ്ഞത്. വിചാരണ ഘട്ടത്തിലൊന്നും സുനിയുമായുള്ള ബന്ധം സമ്മതിക്കാൻ ദിലീപ് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ദിലീപിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് കുറുപ്പ് പൾസർ സുനിക്കും ദിലീപിനും പരസ്പരം അറിയാമെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. ദിലീപിന്റെ ആവർത്തിച്ചുള്ള നിലപാട് തള്ളുന്നതാണ് പ്രതീഷിന്റെ വാക്കുകൾ. ഇക്കാര്യം വിചാരണ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുമുള്ള പ്രതീഷിന്റെ വാക്കുകൾ കേസിൽ നിർണായകമായിട്ടുണ്ടാകും. തന്നെ കേസിൽ പെടുത്തിയതാണ് എന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചത് എന്നും ദിലീപും വാദിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് ഇടപെട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചുവെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയത്. താൻ കേസിൽ അന്യായമായി പ്രതി ചേർക്കപ്പെട്ടതാണ് എന്ന വാദം ബലപ്പെടുത്തുന്നതിന് ദിലീപിനെ പൂട്ടണം എന്ന പേരിൽ വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് സൃഷ്ടിച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഉദ്ദേശം. മഞ്ജു വാര്യരുടെയും ADGP B സന്ധ്യയുടെയും വ്യാജ പ്രൊഫൈലുകൾ അടക്കം ഉൾപ്പെടുത്തിയായിരുന്നു ഗ്രൂപ്പ് നിർമ്മിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരസ്പരം ചാറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി അന്വേഷണ സംഘം കണ്ടെത്തി. കേസ് വഴിതെറ്റിക്കാൻ ദിലീപ് വ്യാജ ആശുപത്രി രേഖയുണ്ടാക്കിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2017 ഫെബ്രുവരി 14 മുതൽ 21 വരെ താൻ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നുവെന്ന തരത്തിൽ വ്യാജരേഖ സൃഷ്ടിച്ചു. 17-നാണ് നടി ആക്രമിക്കപ്പെട്ടത് എന്നതിനാൽ താൻ ഇക്കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് വരുത്താനായിരുന്നു ശ്രമമെങ്കിലും വ്യാജരേഖ സൃഷ്ടിച്ചു എന്നതല്ലാതെ ആശുപത്രി രേഖകളിൽ ദിലീപിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇങ്ങനെ പലതരത്തിൽ കേസിനെ വഴിതെറ്റിക്കാനും വിചാരണയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ദിലീപ് ശ്രമിച്ചിരുന്നു. കേസിന്റെ നാൾവഴി ഇങ്ങനെയാണ്. 2017 ഫെബ്രുവരി 17 രാത്രി 9 മണിയോടെയാണ് ഓടുന്ന കാറിൽ യുവനടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽ കുമാർ ആയിരുന്നു പീഡനത്തിന് നേതൃത്വം നൽകിയത്. കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണി എന്ന കൊട്ടേഷൻ സംഘാംഗം അന്ന് തന്നെ പിടിയിലായി. നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് പൾസർ സുനിയായിരുന്നു എന്ന പിടിയിലായ മാർട്ടിനിൽ നിന്ന് മനസ്സിലായതോടെ പോലീസ് സംഘം സുനിക്കായി വലവിരിച്ചു. അതിനിടയിൽ കൊട്ടേഷൻ സംഘം സഞ്ചരിച്ച 2 കാറുകളും സംഘത്തിൽ ഉൾപ്പെട്ട ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരും കോയമ്പത്തൂരിൽ നിന്നും പിടിയിലായി. അടുത്ത ദിവസം കൊച്ചി തമ്മനം സ്വദേശി മണികണ്ഠനും പിടിയിൽ. സംഭവം നടന്ന ഒരാഴ്ച തികയുന്ന ദിവസം പൾസർ സുനിയും പിടിയിലായി. പോലീസിനെ വെട്ടിച്ച് കീഴടങ്ങുക എന്ന ലക്ഷ്യവുമായി കോടതി മുറിക്കുള്ളിലേക്ക് ഓടിക്കയറിയ പൾസർ സുനിയെയും വിജീഷിനെയും കോടതി മുറിയിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷവും ചെറുതും വലുതുമായ പല അറസ്റ്റുകളും നടന്നു. അതിനിടെ ഓഗസ്റ്റ് 15-ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ദിലീപിന്റെ അമ്മ കത്തയക്കുന്ന സ്ഥിതിയുണ്ടായി. നവംബർ 22-ന് ദിലീപിനെ 8ാം പ്രതിയാക്കി അന്വേഷണ സംഘം അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. അതിക്രമം നടത്തുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്നതാണ് ദിലീപിനെതിരെ ചുമത്തിയ കുറ്റം. കേസിൽ വനിതാ ജഡ്ജി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയും കോടതിയെ സമീപിച്ചു. അങ്ങനെ ഹൈക്കോടതിയുടെ ഉത്തരവോടെ വിചാരണാ നടപടികൾക്കായി അന്നത്തെ സ്പെഷ്യൽ സെഷൻസ് ജഡ്ജി ഹണി M വർഗീസ് നിയമിക്കപ്പെട്ടു. 2020 ജനുവരി 30-നാണ് വിചാരണ ആരംഭിച്ചത്. അടച്ചിട്ട കോടതിയിൽ ആക്രമിക്കപ്പെട്ട നടിയെയാണ് ആദ്യം വിസ്തരിച്ചത്. വിചാരണ നടപടി നടക്കവേ വനിതാ ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി ആവശ്യം തള്ളി. അതിനിടെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. 2021 ഡിസംബർ 17-ന് ഈ ഹർജി ദിലീപിന് പിൻവലിക്കേണ്ടി വന്നു. ഇതിനിടയിൽ കോവിഡ് കാരണവും മറ്റു പല കാരണങ്ങളാലും വിചാരണ നീട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ദിലീപിനെതിരെ മൊഴി നൽകി ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശമുണ്ടായതും ഈ സമയത്താണ്. 2023 ഓഗസ്റ്റിലാണ് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിതയായ നടി പിന്നെയും ഹൈക്കോടതിയിലെത്തുന്നത്. ഹാഷ് വാല്യൂ മാറിയത് ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. അതേസമയം തന്നെ വിചാരണ പൂർത്തിയാക്കാൻ അവസാനം 8 മാസം കൂടി വിചാരണ കോടതി നീട്ടിച്ചോദിച്ചു. അങ്ങനെ പലകുറി മാറ്റിയും നീട്ടിയും സാക്ഷി വിസ്താരം പൂർത്തിയായത് 4.5 വർഷം കൊണ്ടായിരുന്നു. സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിലുടനീളം കണ്ടത്. ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്ന് പരിശോധിച്ചതും, ആദ്യം ദിലീപിനെതിരായി മൊഴി നൽകിയ ചില താരങ്ങൾ പിന്നീട് മൊഴി മാറ്റിയതും, സത്യസന്ധമായ നടപടികൾക്ക് വേണ്ടി അതിജീവിതയ്ക്ക് രാഷ്ട്രപതിയെ വരെ സമീപിക്കേണ്ടി വന്നതും
നടി ആക്രമിക്കപ്പെട്ട കേസിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി. ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഓഡിയോ ക്ലിപ്പുകളെ ആധാരമാക്കി പുതിയ FIR ഇട്ടതും ജനുവരി 10 സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അതിജീവിതയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വീണ്ടും നാടകീയമായ സംഭവങ്ങളുടെ ഘോഷയാത്രയിലേക്ക് നയിച്ചു. വിചാരണ വേളയിൽ 4.5 വർഷം കൊണ്ട് ആകെ 261 സാക്ഷികളെ വിസ്തരിക്കുകയും 1600 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. 8.5 വർഷം നീണ്ട കേസ് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. സിനിമയിലെ സംഘടനാ രംഗത്ത് പലയിടങ്ങളിലും അവസാന വാക്കായിരുന്ന ദിലീപിന് എല്ലായിടങ്ങളിലും സ്ഥാനം നഷ്ടപ്പെടുത്തിയത് ഈ ഒരു കേസാണ്. അതിൽ നിന്ന് പിന്നീടൊരു അതിജീവനം ദിലീപിന് സാധ്യമായിട്ടില്ല. ദിവസങ്ങളോളമുള്ള ജയിൽവാസത്തിനൊടുവിൽ പുറത്തിറങ്ങുമ്പോൾ ദിലീപിന് ആശ്വാസമായത് രാമലീലയുടെ പേരിനൊരു വിജയവും ഒപ്പം നിന്ന കുറച്ച് ആരാധകരും മാത്രമായിരുന്നു. ശേഷം കേരളം കണ്ടതും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നതും നായകനായ വില്ലന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്.